ദാ ബെല്ലുണ്ട്. ഹലോ അമ്മേ. മോളെ, മീര വന്നു അല്ലേ? വന്നു അമ്മേ. അച്ഛൻ വിളിച്ചിരുന്നു അല്ലേ? അവള് എവിടെ പോയതാണെന്ന് വല്ലതും പറഞ്ഞോ? എന്താ അവളുടെ ഭാവം? വല്ലതും സംസാരിച്ചോ? ഇല്ല, അങ്ങനെ സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലല്ലോ. മീരയുടെ അച്ഛനെന്ത് പറഞ്ഞു? എനിക്കാകപ്പാടെ ഒരു സമാധാനവും ഇല്ല. അമ്മ പേടിക്കാതെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശാരിക എവിടെ? മോളെ, മോളെ, ഹലോ. ഇതെന്താ അവൾ കട്ട് ചെയ്യുന്നേ? എന്തെങ്കിലും തിരക്കിലായിരിക്കും അമ്മ ചേച്ചി. തിരിച്ചു വിളിക്കും. എന്താ മീര? അത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരിക്കോ? അതെ, അതിനത്രേ മാത്രമേ അർത്ഥമുള്ളൂ. അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് മാത്ര. അത് മനസ്സിൽ നിന്ന് മാറ്റിക്കളയാം. ഞാൻ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവരൊരിക്കലും ആവർത്തിക്കാനും പോകുന്നില്ല. പിന്നെ പ്രകാശ് മേനോനുമായിട്ട് അടുത്തിടപഴകിയ എനിക്ക് ഈ ഒരു ചെറിയ കാര്യത്തിന് എങ്ങനെ നന്ദനെ കുറ്റപ്പെടുത്താൻ പറ്റും? മറക്കാം. ഇതുവരെ ഉള്ളതൊക്കെ മനസ്സിൽ നിന്ന് മറക്കാം. ഇനി പുറകെ വരരുതെന്ന് പറഞ്ഞല്ലേ? നീ തിരിച്ചെത്തിയ മോളെ. നിന്നെ കാണാനില്ലെന്നറിഞ്ഞപ്പോ മുതല് നിന്റെ ഈ പ്രകാശ് നീറി കഴിയുകയായിരുന്നു.
ഏതൊക്കെ ദൈവങ്ങൾക്ക് ഞാൻ നേർച്ച നേർന്നെന്നറിയാവോ? എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നിനക്കൊരു അപകടവും സംഭവിക്കില്ലെന്ന്. നമ്മൾ ഒന്നിച്ച് എത്രയോ കാലം ജീവിക്കേണ്ടവരാ. ശരീരത്തില് ഒരു പൊടി പോലും പറ്റാതെ നീ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നടാ. വൃത്തിയിട്ടവനെ, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താന്നറിയോ? നീ ചത്തെന്നാ ഞാൻ കരുതിയത്. അതല്ല, നിന്നെ കൊല്ലാതെ വെറുതെ വിട്ടതാ തെറ്റ്. നിന്റെ മരണം ഉറപ്പാക്കിയിട്ട് മാത്രമേ ഞാൻ അവിടുന്ന് പോവാൻ പാടുള്ളായിരുന്നു. പക്ഷെ ഇനി നീ എന്റെ ജീവിതത്തിലേക്ക് വന്നാ നിന്നെ ഞാൻ കൊന്നിരിക്കൂടാ. എന്റെ മോളെ, ദേ നീ ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങളൊന്നും സ്വപ്നം കാണില്ല ചുമ്മാ. ഇനി എന്നെ നിനക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. സത്യം. വെച്ചിട്ട് പോടാ റാസ്കൽ. കട്ടാക്കിയോ? പ്രാഞ്ചി, നീ ആരോടാ സംസാരിച്ച്? അത് എൻ്റെ ഒരു ഫ്രണ്ടിനോട്. ഏത് ഫ്രണ്ടിനോട്? ആണോ അതോ പെണ്ണോ? എന്റെ ഗിരിയേട്ടാ, ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള സകല പരിപാടികളും ഞാൻ നിർത്തി. ഞാൻ നല്ല നടപ്പിന് വേണ്ടി വന്ന് നിൽക്കല്ലേ ഇവിടെ. പിന്നെ ലോകത്തൊരൊറ്റ പെണ്ണിനെ വിശ്വസിക്കാൻ കൊള്ളില്ലാന്നേ. അയ്യോ, എന്ന് വെച്ച് രജനേച്ചിയെ കൂടി ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. രജനേച്ചി ഒരു പാവം. രജനേച്ചിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇപ്പൊ ഫോൺ ചെയ്തത് ഏതോ ഒരു പെൺകുട്ടിക്കാ, അതെനിക്ക് ഉറപ്പാ. അയ്യോ, സത്യമായിട്ട് ഞാൻ പറയുന്നത് കേക്കണം. നിന്റെ തരികിട പരിപാടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും കേട്ടോ. അത് ശരി. ഗിരീഷേട്ടന് എന്നെ ഒട്ടും വിശ്വാസമില്ല അല്ലേ? ഇല്ല, തീരെ വിശ്വാസമില്ല. കഷ്ടമുണ്ട് ഗിരിയേട്ടാ, ഇങ്ങനെയൊന്നും പറയല്ലേ. എന്ത് കഷ്ടം? നിന്നെ ഞാൻ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. സീരിയലിൽ നിന്ന് നീ ബ്രേക്ക് എടുത്തു എന്ന് പറയുന്നത് വെറുതെ. നിനക്ക് അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളതാ സത്യം. അയ്യോ, ഒക്കെ നിന്റെ കയ്യിലിരിപ്പ് വേണ്ട. അയ്യോ എടാ, ചിലരെ അനുഭവങ്ങൾ കൊണ്ട് പഠിക്കും. നീ പക്ഷെ നന്നാവാനൊരു ഉദ്ദേശമില്ല. ഗിരിയേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. ഏതോ ഒരു പെൺകുട്ടിയെ കുഴപ്പത്തിലാക്കാനുള്ള ഒരു ഫോൺ കോളാ നീ ഇപ്പൊ ചെയ്തത്, അല്ലടാ? എന്നെ ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയാലേ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നീ ആ ഫോണിങ്ങതാ, ഞാനൊന്ന് നോക്കട്ടെ. നീ വിളിച്ച ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. എന്താ പിള്ളേരെ ഇത്? ഇവന്റെ ഈ പരിപാടി ഇന്നത്തോടെ നിർത്താൻ പറയണം. ഇവനിപ്പോ ഏതോ ഒരു കോള് വിളിച്ചിട്ടുണ്ട്. എനിക്ക് സംശയമുണ്ട് അതേതോ ഒരു പെൺകുട്ടിക്കാണെന്ന്. ഇവനിപ്പോ തന്നെ പറഞ്ഞു വിടണേ. ഗിരീഷന് സംശയമല്ലേ? നോക്ക്, ആരെ വിളിച്ച നോക്ക്. നോക്ക്. നീ ആള് കൊള്ളാമല്ലോടാ, മിടുക്കനാ. എന്ത്? ഒറ്റ സെക്കൻഡോട് ഇതിന്ന് ആ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്തു അല്ലേ? അയ്യോ, നോക്ക് പ്രാഞ്ചി, ഞാൻ വീണ്ടും പറയാ, പഴയ രീതിയിലേക്ക് പോവാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നീ നിൽക്കണ്ട. ഇല്ല ഗിരീഷേട്ടാ, ഗിരീഷേട്ടന്റെ ചീത്തപ്പേര് ഉണ്ടാക്കുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്റെ ചീത്തപ്പേര് അവിടെ നിൽക്കട്ടെ. എടാ, നീ നന്നാവാനാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അറിയാം ഗിരീഷേട്ടാ, ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മയും കൂടെ നിർബന്ധിച്ചിട്ടാ ഇവൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇവന്റെ രീതികൾ എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. എടാ പ്രാഞ്ചി, നിനക്ക് നന്നാവാൻ ഉദ്ദേശിച്ചില്ല അല്ലേ? അപ്പച്ചി, നമ്മൾ ഒരാളെ സംശയിച്ചു തുടങ്ങിയ പിന്നെ തൊട്ടതിന് പിടിച്ചതിനൊക്കെ സംശയമായിരിക്കും. ഗിരീഷേട്ടൻ ഇപ്പൊ ആ അവസ്ഥയില്ല. ഞാൻ ആരെങ്കിലും ഫോൺ വിളിച്ച സംശയം, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയ സംശയം, തിരിച്ചു വരാൻ താമസിച്ച സംശയം. ഞാൻ കാരണമില്ലാതെ ആരെയും സംശയിക്കാറില്ല. ഇപ്പൊ എന്നെ സംശയിക്കാൻ എന്താ കാരണം? അത് ആദ്യം പറ. സീരിയലിൽ അഭിനയിച്ച് നടക്കുമ്പോഴേ നിന്നെ കുറിച്ച് ഞാൻ പലതും കേട്ടതാ. കേട്ടത് മുഴുവൻ സത്യമാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തതാ.
അമ്മയ്ക്കറിയാലോ കാര്യങ്ങളൊക്കെ. പ്രാഞ്ചി, നീ ഇനിയൊരു പുതിയ മനുഷ്യനാകൂന്ന് എന്റെ തലയിൽ തൊട്ടാ സത്യം ചെയ്തത്. അത് നീ മറക്കരുത്. അമ്മേ, അമ്മയുടെ തല പൊട്ടിത്തെറിക്കാതെ സൂക്ഷിച്ചോ. അയ്യോ. എവനെ നമുക്ക് നന്നാക്കി എടുക്കാടാ ഗിരി. ആ അന്ന് മീര ഇവിടെ വന്നപ്പോ ഇവ ഇറിറ്റേറ്റ് ചെയ്തോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ആ ദേഷ്യത്തിലൊക്കെ ആവാം മീര ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതും. ഓ ആ ഇപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടോ? ആ എങ്കിൽ ആ കുട്ടി തിരിച്ചു വന്നല്ലോ. വിളിച്ചു ചോദിക്ക്, ഞാൻ എന്തെങ്കിലും ശല്യപ്പെടുത്തി വന്നോ? ആ കുട്ടി വിളിക്കുക അപ്പച്ചി. ആ അല്ലെങ്കിൽ വേണ്ട, ഗിരീഷേട്ടൻ നിന്ന് വിളിച്ചോ. മീര മടങ്ങി വന്നതിന്റെ അവസ്ഥയൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് ഞാൻ മീര ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്തായാലും ആ കുട്ടി ഒന്ന് ഇങ്ങോട്ട് വിളിക്കണം. കുറെ സംസാരിക്കണം. എനിക്കെന്തോ അതിനെ വലിയ ഇഷ്ടമാ. പ്രാഞ്ചി, അധികം വൈകാതെ നിന്റെ കള്ളത്തരം എന്തെങ്കിലും എന്റെ കയ്യിൽപ്പെടും. അന്ന് തീരുന്നി. മീരയുടെ അച്ഛൻ ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് വരാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല രാധിക. സെക്യൂരിറ്റികൾക്ക് ഗേറ്റിനപ്പുറത്തെ ലോകത്തേക്ക് പ്രവേശനമില്ല. എന്തൊക്കെയോ നടക്കുന്നു എന്നല്ലാതെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാനും അമ്മയും കൂടി ചേച്ചിയെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഫോണ് കട്ടായി. പിന്നീട് വിളിച്ചിട്ട് ഫോൺ എടുത്തുമില്ല. പറഞ്ഞില്ലേ, അകത്തെന്താണ് നടക്കുന്നതെന്ന് സെക്യൂരിറ്റികൾക്ക് അന്വേഷിക്കാൻ അവകാശമില്ല. മാധവേട്ടൻ അവിടെ സെക്യൂരിറ്റി മാത്രമല്ലല്ലോ, ദേവിയുടെ അച്ഛനും കൂടെ അല്ലേ? ദേവികയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പെരുമാറിയാൽ അവിടുത്തെ ജോലി അന്നത്തോടെ അവസാനിക്കും. എൻ്റെ നിയന്ത്രണം വിടുന്നൊരു ദിവസം ഞാൻ സെക്യൂരിറ്റി ആണെന്ന കാര്യം അങ്ങ് മറക്കും. എന്നിട്ട് അകത്തേക്കങ്ങ് അരച്ച് കയറും. അങ്ങനെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി അല്ല ചോദിക്കുന്നത്. ആ മീരയുടെ രീതികൾ വെച്ച് നോക്കുമ്പോ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുക. ദേവിയോട് സൗകര്യം പോലെ ഒന്ന് ചോദിക്കണേ. ദേവിയോട് എന്തേലും സംസാരിച്ചു തുടങ്ങിയ ഉടനെ വരും പ്രഭാവതി. മാത്രമല്ല, മോക്ക് വ്യക്തമായിട്ട് അകത്ത് നടക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം, ആ മീരയ്ക്ക് എന്തോ മെന്റൽ പ്രോബ്ലം ഉണ്ട്. ഓരോ സമയത്ത് ഓരോ രീതികളാ. അതിന് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുക വേണ്ടത്. ആ, ചില സമയത്ത് അതിന്റെ രീതിയൊക്കെ കാണുമ്പോൾ എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. ഇനിയിപ്പോ ചന്ദ്രോത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നന്ദേട്ടൻ ചേച്ചിയുടെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് മറ്റൊന്നും പേടിക്കണ്ട. നന്ദന്റെ മനസ്സ് നല്ല മനസ്സ് തന്നെയാ. പക്ഷേ എല്ലാത്തിൻ്റെയും ചരട പ്രഭാവതിയുടെ കയ്യിലാണ്. അവരുടെ തീരുമാനം നടപ്പാക്കാൻ അവരേത് മാർഗവും സ്വീകരിക്കും. ഞാൻ എൻ്റെ അമ്മയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മീര മുൻപിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഞാനൊന്ന് വിറച്ചുപോയി ചേച്ചി. കയ്യിൽ നിന്ന് ഫോൺ വീണു പോകുമെന്ന് പേടിച്ചു. പിന്നെ വെപ്രാളപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. അവളൊന്നും ചോദിച്ചില്ലേ? ഇല്ല, ആ നോട്ടം മാത്രം മതിയല്ലോ. ദഹിപ്പിച്ച് കളയുന്ന നോട്ടുമായിരുന്നു. അവളുടെ ഉള്ളില് എന്താണെന്ന് മനസ്സിലായതേ ഇല്ല. അത് അവള് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാവും. ഒന്നും സംസാരിക്കാതെ അവള് പോയല്ലോ. മീര എവിടെ? അമ്മയ്ക്കറിയില്ലേ? അവള് മുറിയിലാണെന്ന് തോന്നുന്നു. അമ്മേ, എന്താ? അല്ല, മീര വന്നിട്ടും അമ്മ ഒരു വാക്ക് പോലും ചോദിച്ചു കണ്ടില്ല. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുമെന്ന് പറയുന്നത് ഇതാ.
നിസ്സാര കാര്യത്തിന് പോലും ഞങ്ങളെ ചാടിക്കടിക്കാൻ വരുന്ന അമ്മ ഇപ്പൊ മീരയുടെ മുമ്പില് അയ്യോ പാവമായിട്ട് നിൽക്കുന്നു. ഈ രണ്ട് രീതി ശരിയല്ലമ്മേ. നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുന്ന പരിഗണനയായിരിക്കും നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നത്. അവൾ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. അല്ലാതെ ഇവളെ പോലെ എന്റെ മോനെ തട്ടിയെടുത്ത് കുടുംബം കലക്കാൻ നോക്കുകയല്ല. എന്ത് കാരണം കൊണ്ടാ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്ന് ഞാനൊന്ന് അറിയട്ടെ. എന്നിട്ട് വേണം ചിലതൊക്കെ സംസാരിക്കാൻ. ചേച്ചി, മീര ഇനി കാര്യങ്ങളെല്ലാം ആന്റിയോട് പറയുവോ? പറയുന്നെങ്കിൽ പറയട്ടെന്നേ. നീ സമാധാനിട്ടിരിക്കേ. മോളെ, ആന്റി, സത്യം പറഞ്ഞ മോളെ, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം മുള്ളിൽ ചവിട്ടി നിൽക്കുന്ന പോലെ ആന്റി നിന്നത്. ഊണും ഉറക്കവും ഒന്നുമില്ലായിരുന്നു. എനിക്കറിയാം ആന്റി. ആന്റിയുടെ മനസ്സെനിക്ക് കാണാൻ പറ്റും. പെട്ടെന്നെന്തോ ഒന്ന് മാറി നിൽക്കണമെന്ന് തോന്നി. അതെന്ത് തോന്നലാ? ചുമ്മാ അങ്ങനെ ഇറങ്ങിപ്പോവോ? മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കണ്ടേ? ശരി, മറ്റുള്ളവരുടെ കാര്യം പോട്ടെ. എന്നെ കുറിച്ച് ആലോചിക്കാത്ത എന്താ? അറിയാം, ആ സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് പോലും ആലോചിച്ചില്ല. എന്താ മോളെ, നിന്റെ മനസ്സിൽ അത്രയ്ക്കും വേദന ഉണ്ടാക്കുന്ന എന്താ സംഭവിച്ചത്? ഇവിടെ ആരെങ്കിലും നിന്നോട് മോശമായിട്ട് പെരുമാറിയോ? നന്ദൻ എന്തെങ്കിലും പറഞ്ഞോ? ചോദിച്ചതിന് ഉത്തരം പറ മോളെ. കാര്യം എന്താണെന്ന് വെച്ചാ പറയും മോളെ. നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കാതെ. ഇവിടെ എല്ലാരും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ? എന്താ മോളെ? മോളെ ആര് പരീക്ഷിച്ചു? ഞാനാണോ? എന്താ മോളെ, കാര്യം പറയേ. അയ്യോ, സോറി ആന്റി. ഞാൻ എന്തോ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. അതിന്റെ കാരണമാ ഞാൻ ചോദിച്ചത്. അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം ആന്റി. എന്താ? അച്ഛനോട് എന്തോ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് നന്ദൻ പറഞ്ഞു. അതെന്ത് കാര്യ? അച്ഛനോട് എന്തേലും പറയാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്നെ കുറിച്ചായിരിക്കുമല്ലോ, അല്ലേ? അല്ല, അതെങ്ങനെ പറയാൻ പറ്റും മോളെ? ബിസിനസ് കാര്യങ്ങളോ രാഷ്ട്രീയ കാര്യങ്ങളോ ഒക്കെ ആവാലോ. അല്ല, അതൊന്നുമല്ല. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോ സിദ്ധു അങ്കിൾ വിഷയം മാറ്റുന്ന പോലെ തോന്നി. അതൊക്കെ ഉള്ളിലുള്ള ഒരു തോന്നൽ മാത്രോ. നന്ദനുമായിട്ടുള്ള മോളുടെ വിവാഹം അടുക്കും തോറും മോളുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വരുന്നതാ. അതൊക്കെ മോളങ്ങ് വിട്ടേക്ക്. അല്ലാതെ ഇവിടെ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. മോളോട് നന്ദനോ മറ്റോ എന്തെങ്കിലും പറഞ്ഞോ? അന്ന് എന്റെയും നന്ദന്റെയും പ്രീ വെഡിങ് വീഡിയോ ഇൻസ്റ്റയിൽ ഇടാൻ നിർബന്ധിച്ചിട്ടും നന്ദൻ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. എന്താ കാര്യം? അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ, അവൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളില് താല്പര്യക്കുറവുണ്ട്. ആയിരിക്കാം. ആ കാര്യങ്ങളിലാണോ അതോ എന്നെയാണോ താല്പര്യക്കുറവ്? നന്ദന്റെ ചില രീതികളൊക്കെ കാണുമ്പോ അങ്ങനൊരു സംശയം തോന്നുന്നുണ്ട് ആന്റി. മോളൊന്നും കൊണ്ട് സംശയിക്കണ്ട. ഈ വീട്ടിലെ മരുമകളും മോള് തന്നെയാ. അതിലൊരു മാറ്റവും വരുത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല തന്നെ. ആന്റിയും കൂടെ പറഞ്ഞ നന്ദന്റെ മനസ്സിൽ കയറിയത്. ഇനി എന്ത് സാഹചര്യമായാലും നന്ദന്റെ കൂടെ ഞാൻ ജീവിക്കും. എനിക്കിത് കേട്ടാ മതി മോളെ. നന്ദൻ നിന്റേതാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.
ഇനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. മോൾ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അതൊക്കെ കഴിഞ്ഞു ആന്റി. എന്തായാലും ഞാൻ പറയാം. ആന്റി ആഗ്രഹിക്കുന്ന പോലെ മറ്റാർക്കും ഞാനും നന്ദനും തമ്മിലുള്ള വിവാഹത്തിന് അത്ര താല്പര്യമില്ലാന്നൊരു തോന്നൽ. ആന്റി പറയുന്നത് പോലെ അതൊരു തോന്നൽ മാത്രമായിരിക്കട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.